പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി. തിരുസഭ ഇന്ന് വിശുദ്ധ അൽഫോൺസായുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. നമുക്ക് ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം പ്രത്യേകം യാചിക്കാം. നമ്മുടെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ സ്നേഹസ്പർശനം നമ്മുടെ സമൂഹത്തിന് ലഭിക്കുന്നതായിട്ട് ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം പ്രത്യേകം യാചിച്ചുകൊണ്ട് യോഗ്യതയോടുകൂടി ഈ ദിവ്യബലി സമർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്സറിയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സഹനത്തിന്റെ ജീവിതം സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അനുഗ്രഹം കന്യകയായ വിശുദ്ധ അൽഫോൻസായ്ക്ക് ഇങ്ങ് നൽകിയല്ലോ. അനുദിനമുള്ള കുരിശ് ക്ഷമയോടെ സഹിച്ച കന്യകയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പെസഹാരഹസ്യത്തിൽ കൂടുതൽ ഗാഢമായി പങ്കുചേരാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നതേമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ജെർമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, എൻ്റെ കണ്ണുകളിൽ നിന്ന് രാപ്പകൽ കണ്ണുനീരൊഴുകട്ടെ, കണ്ണീർ പ്രവാഹം നിലയ്ക്കാതിരിക്കട്ടെ. എന്തെന്നാൽ എൻ്റെ ജനത്തിന് മാരകമായ മുറിവേറ്റിയിരിക്കുന്നു, അവർ കഠിന മർദ്ദനത്തിന് ഇരയായി. നാട്ടിൻ പുറത്തു ചെന്നാൽ അവിടെ വാളാൽ വെട്ടി വീഴ്ത്തപ്പെട്ടവർ, നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി കൊണ്ട് രോഗം ബാധിച്ചവർ. പ്രവാചകനും പുരോഹിതനും നാടുനീളെ അലയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. അവിടുന്ന് യൂദയായെ നിശേഷം പരിത്യജിച്ചുവോ? ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ? സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രകരിച്ചത്? ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു, ഫലമുണ്ടായില്ല. രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു, എന്നാൽ പരിഭ്രാന്തി മാത്രം. കർത്താവേ, ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും
ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുത്. അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തെ അവമാനിക്കരുത്. ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ, അത് ലംഘിക്കരുത്. ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യിക്കാൻ ശക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ? ആകാശത്തിന് മാരി വർഷിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അത് ചെയ്യുന്നവൻ അങ്ങ് മാത്രമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. ഇവയെല്ലാം പ്രവർത്തിക്കുന്നവൻ അവിടുന്നാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുത്. അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, അങ്ങയുടെ നാമത്തിന് മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കണമേ. ബന്ധിതരുടെ ഞെരുക്കം അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ, അങ്ങയുടെ മേച്ചിൽ പുറങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങേക്ക് കരഞ്ഞതർപ്പിക്കും. തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കണമേ. വിത്ത് ദൈവവചനവും വിതക്കാരൻ ക്രിസ്തുവുമാണ്. അവൻ്റെ അടുത്ത് വരുന്നവരെല്ലാം നിത്യമായി നിലനിൽക്കും. കർത്താവ് നിങ്ങളോട് കൂടി. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചിട്ട് യേശു വീട്ടിലേക്ക് വന്നു. ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു, വയലിലെ കളകളെ സംബന്ധിക്കുന്ന ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നാലും. അവൻ ഉത്തരം പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. അവ വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്, കൊയ്ത്തുകാർ ദൈവദൂതന്മാരും. കളകൾ ശേഖരിച്ച് അഗ്നിക്ക് ഇരയാക്കുന്നതിനെങ്ങനെയോ അങ്ങനെ തന്നെ യുഗാന്തത്തിലും സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും
അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ചുകൂടി അഗ്നികുണ്ഡത്തിൽ എറിയിക്കുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ എന്താണ് അകറ്റുന്നത്? ദുരിതമോ, ക്ലേശമോ, പീഡനമോ, വേദനയോ? ഇതൊന്നും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുകയില്ല. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം അതാണ്. ദൈവസ്നേഹത്തിൽ നിലനിന്നു. ആ ദൈവസ്നേഹത്തിൽ നിന്നും ഒരു വേദനയും ഒരു പീഡനവും അൽഫോൻസാമ്മയെ മാറ്റുവാൻ സാധിച്ചില്ല. ആ ദൈവത്തോട് പരിപൂർണ സ്നേഹത്തിൽ നിലനിന്ന ഒരു വിശുദ്ധയാണ്. രോഗശൈലിയിൽ കിടന്ന് സഹിച്ചപ്പോൾ അൽഫോൻസാമ്മയോട് മറ്റുള്ളവർ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അൽഫോൻസാമ്മയുടെ മറുപടി ഇതായിരുന്നു, ഞാൻ സ്നേഹിക്കുകയാണ്. എൻ്റെ സഹനശൈലിയിൽ കിടന്ന് ഞാൻ സ്നേഹിക്കുകയാണ്. പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവും അൽഫോൻസാമ്മയുടെ ജീവിതത്തിൻ്റെ സാരാംശം അതാണ്. പരിധിയില്ലാത്ത സ്നേഹം, പരാതിയില്ലാത്ത സഹനം. 1910 ജനിച്ച് 1946 ജൂലൈ 28 നിര്യാതയായ ഈ വിശുദ്ധ നമുക്കൊരു മാതൃകയാണ്. പരിധിയില്ലാതെ ദൈവത്തെ സ്നേഹിക്കുക, പരിധിയില്ലാതെ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക. അതിൻ്റെ ഫലമാണ് പരാതിയില്ലാതെ സഹിക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ഈ സ്നേഹം, ഈ സഹനം മറ്റുള്ളവരുടെ സഹനത്തെ തുടച്ചു മാറ്റുവാൻ നമുക്ക് സാധിക്കണം. നിരീശ്വരവാദിയായിട്ടുള്ള വ്യക്തി ലോകത്തിലെ ദുഃഖ ദുരിതങ്ങൾ കണ്ടുകൊണ്ട് ദൈവത്തോട് പരാതി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും ഇത് കാണുന്നില്ലേ? നിങ്ങൾ സർവ്വവ്യാപിയാണ്, സ്നേഹസ്വരൂപനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെ ദുഃഖം, ഈ പിഞ്ചുമക്കളുടെ ദുഃഖം നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന മറുപടി ഇതാണ്, ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. നിന്റെ ദൗത്യമാണ് അവരൻ്റെ സഹനം കാണുക, നിന്റെ ദൗത്യമാണ് അവരൻ്റെ വേദന കാണുക, അവരൻ്റെ വേദന തുടച്ചു മാറ്റുക. ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നമ്മൾക്കും സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ അവരൻ്റെ വേദന കാണുവാൻ നമ്മൾ മറക്കരുത്, അവരൻ്റെ കണ്ണീരൊപ്പുവാൻ നമ്മൾ മറക്കരുത്. എനിക്ക് ദാഹിച്ചോ, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ വിശന്നു, എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അതേ, നമ്മളെയും ദൈവം ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് അവരൻ്റെ സഹനം കാണുവാനാണ്, അവരൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റാനാണ്. പരിധിയില്ലാതെ സ്നേഹിച്ചുകൊണ്ട് പരാതിയില്ലാതെ മറ്റുള്ള സഹനത്തിൽ പങ്കുചേരുവാനാണ്.
ഇതിനായിട്ട് ഈ ജീവിത ശൈലിയിലൂടെ, ഈ പുണ്യജീവിത ശൈലിയിലൂടെ വളരുവാനായിട്ട് വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം യാചിക്കാം. സഹോദരീ സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, വിശുദ്ധ അൽഫോൻസായുടെ സ്മരണയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന യാഗദ്രവ്യങ്ങൾ അങ്ങ് കടാക്ഷിക്കണമേ. അങ്ങേ സന്നിധിയിൽ ഭക്തി നിർഭരവും പരിശുദ്ധവുമായ സ്നേഹത്താൽ ഞങ്ങൾ നിരന്തരം ജ്വലിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടി, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യോത്ഭവത്തിന്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ വിശുദ്ധരോട് മാലാകർമ്മത്ത് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. Should
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകിയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവർ തൊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിനെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിനെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഏർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അടുത്ത മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും മറക്കരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പോനിഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് പിതാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകം ഞങ്ങളുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസ ജോണി ഗോമസ്, ഫിലോമിന കോസ്മോസ്, എലീസ പോൾ, ജസ്റ്റിൻ ജേക്കബ്, മാർട്ടിൻ കെ എം, ഫ്രാൻസിസ് ഫെർണാണ്ടസ്, ട്രേസ ജോസഫ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായ ഓടത്തോടെ നായിക്കുന്നവരെ അവിടുത്തെ ഉത്ഥാനത്തിലും പങ്കാളികളാകണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശത്തിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമട സകലയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സർവീസിനോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശം പ്രചോദരായും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കന്യയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങയുടെ സഭയുടെ വിശ്വാസം തൃക്കൺമാർന്ന് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവപുത്രനെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവപുത്രനെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവപുത്രനെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപ്പെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യരഹസ്യങ്ങളുടെ വിശുദ്ധമായ സ്വീകരണം ഞങ്ങൾ അനുദിനമുള്ള കുരിശു വഹിക്കുവാൻ ഞങ്ങളെ ശക്തരാകട്ടെ. അങ്ങനെ അങ്ങേ പുത്രന്റെ സദൃശ്യത്തിൽ ഞങ്ങൾ വളരെയും ഒരു ദിവസം അൽഫോൻസാമയെപ്പോലെ സ്വർഗത്തിൽ അങ്ങേ നിത്യമായി ദർശിച്ച് ആനന്ദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.